ഹായ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ അനദർ വ്ളോഗ്. സോ ഇന്ന് ഞാനും എൻ്റെ 2 ഫ്രണ്ട്സും കൂടി കുറേ ദിവസമായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു ട്രിപ്പ് ഫൈനലി നമ്മൾ പോവുകയാണ്. സോ നമ്മൾ പോകുന്നത് കർണാടകയുള്ള ഹിമവത് ഗോപാലസ്വാമി ടെമ്പിളിലാണ്. സോ ഞാനിവിടെ ഓൾറെഡി മുന്നേ പോയതാണ്. അപ്പം അന്ന് പോയപ്പോൾ തന്നെ എനിക്ക് ഇവിടെ ഒന്നുകൂടി വരണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ടെമ്പിളാണ്. അത്രയും എന്താ പറയുക, ഒരു ഹൈറ്റിൽ നിൽക്കുന്ന ഒരു ടെമ്പിൾ. അപ്പോൾ നമുക്ക് അവിടെ പോകുമ്പോൾ തന്നെ കിട്ടുന്ന ആ ഒരു പോസിറ്റിവിറ്റിയും ഒരു സന്തോഷവും ഒക്കെ ഒന്ന് വേറെ തന്നെ. അപ്പോൾ എനിക്കത് ഒന്നുകൂടി പോകണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ പോകാമെന്ന് വിചാരിച്ചു. അവർക്കും ഞാൻ ഈ ടെമ്പിളിനെ കുറിച്ച് പറഞ്ഞപ്പം അവർക്കും പോകണം എന്നൊരാഗ്രഹം ഉണ്ടായി. അപ്പോൾ നമ്മൾ വിചാരിച്ചു 3 ആൾക്കും കൂടി അങ്ങ് പോകാമെന്ന്. സോ ഞാനും ഐശ്വര്യയും പുലർച്ചെ 5 മണിക്ക് KSRTC കയറി സുൽത്താൻ ബത്തേരി എത്തിയത് ഒരു 7:30 ആയപ്പോഴാണ്. സുൽത്താൻ ബത്തേരിയിൽ നിന്നാണ് നമ്മളുടെ പ്രമിത കയറുന്നത്. സോ അവൾ വയനാട്ടുകാരിയാണ്. അപ്പം അവിടുന്ന് അവളും കയറി സുൽത്താൻ ബത്തേരിയിൽ നിന്ന് ഒരു 8 മണിയൊക്കെ ആയപ്പോൾ ബസ് എടുത്തു. നേരെ ഇനി മൈസൂർക്കുള്ള ബസ്സാണ്. നമ്മൾ പക്ഷേ ഇറങ്ങാൻ പോണത് ഗുണ്ടൽപേട്ട് സ്റ്റോപ്പിലാണ്. അങ്ങനെ നമ്മൾ മുത്തങ്ങ ഫോറസ്റ്റിലൂടെയുള്ള യാത്രയൊക്കെ തുടങ്ങി. ഫോറസ്റ്റിലൂടെയുള്ള യാത്ര തുടങ്ങിയപ്പോൾ തന്നെ ഞാനും ഐശ്വര്യമൊക്കെ ഇങ്ങനെ കുറേ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, ആനേനെ കാണണമെന്നും കടുവേനെ കാണണമെന്നൊക്കെ. പക്ഷെ പോകുന്ന വഴി നമ്മൾ കുറേ മാനിൻ്റെ കൂട്ടം കണ്ടു, കുറേ മാനിനെ കണ്ടു. പിന്നെ ഞാൻ മാത്രം സിംഹവാലൻ കുരങ്ങിനെയും കണ്ടു. പിന്നെ വരുന്ന സമയത്ത് നമ്മൾ ആനനെ കണ്ടിട്ടുണ്ടായിരുന്നു, കടുവേനൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇനി മൃഗങ്ങളൊന്നും കണ്ടിട്ടില്ലെങ്കിലും ആ ഫോറസ്റ്റിലൂടെയുള്ള യാത്ര, ആ മരങ്ങളും കാടൊക്കെ കാണാൻ തന്നെ നല്ല ഭംഗിയായിരുന്നു. ഞങ്ങൾ പോയ ദിവസം പൊതുവേ ഒരു മഴക്കാറുള്ള ദിവസമായിരുന്നു. കാലിക്കറ്റിൽ നിന്ന് എനിക്ക് മഴ കിട്ടിയിട്ടുണ്ടായിരുന്നു രാവിലെ തന്നെ. അത് കഴിഞ്ഞ് വയനാടൊക്കെ എത്തിയപ്പോഴേക്കും നല്ല മഴ തന്നെയായിരുന്നു കാലാവസ്ഥ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഫോറസ്റ്റിലൂടെ പോകുന്ന സമയത്താണെങ്കിലും അധികം വെയിലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമുക്ക് ക്ഷീണമായിട്ടൊന്നുമില്ല. നല്ല സുഖത്തിൽ നല്ല തണുപ്പുള്ളൊരു ഫീലായിട്ടായിരുന്നു നമ്മൾ യാത്ര ചെയ്തത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ബുദ്ധിമുട്ടൊന്നും ഫീൽ ചെയ്തില്ല. നല്ല രീതിയിൽ ബസ്സിലുള്ള യാത്ര നമുക്ക് ആസ്വദിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേയുള്ള കാട്ടിലൂടെയുള്ള യാത്രയ്ക്ക് ശേഷം നമ്മളങ്ങനെ കർണാടക ബോർഡറിലേക്ക് എത്താൻ വേണ്ടി പോവുകയാണ്. പിന്നെ കർണാടക എത്തിയപ്പോൾ തൊട്ട് നിങ്ങൾക്ക് കാണാം കുറേ വയലുകളും എന്താ പറയുക വിടർന്ന് കിടക്കുന്ന പാടങ്ങളും ഒക്കെ ആയിട്ട് വീടും അങ്ങനത്തെ ബിൽഡിങ്സൊക്കെ കാണാൻ വളരെ കുറവായിരുന്നു. ഫുൾ പാടങ്ങൾ തന്നെയായിരുന്നു. കാണാൻ വേണ്ടി നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ മുന്നേ ഞാൻ മൈസൂർ വന്ന സമയത്തും ഇപ്പോഴും ഒക്കെ നോട്ട് ചെയ്തൊരു കാര്യമാണ്, ഈ കർണാടകയിലുള്ള വീട്ടിലെല്ലായിടത്തും മഞ്ഞ ടാങ്കാണ് വെക്കുന്നത്. അതെന്തുകൊണ്ടാണ് അങ്ങനെയെന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരുവിധം എല്ലാ വീട്ടിലും മഞ്ഞ ടാങ്കാണ് നമുക്ക് കാണാം. നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാവും, എവിടെ നോക്കിയാലും മഞ്ഞ ടാങ്കാണ്. അതെന്താണെന്ന് അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ നമ്മൾ ഫൈനലി ഗുണ്ടൽപേട്ട് സ്റ്റോപ്പ് എത്തി. ഒരു 9:30 ആയപ്പോൾ തന്നെ നമ്മൾ ഗുണ്ടൽപേട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ഫ്രഷ് ഒക്കെ ആയിട്ട് നമ്മൾ നേരെ ഫോറസ്റ്റ് ഗേറ്റിൻ്റെ അവിടെ വരെയുള്ള ബസ്സിലേക്ക് കയറി. ഈ ബസ് ഗോപാലസ്വാമി ടെമ്പിളിൻ്റെ ആ ഫോറസ്റ്റ് ഗേറ്റിൻ്റെ അവിടെ വരെ പോകുന്ന ബസ്സാണ്. അപ്പം ആ ബസ്സിൽ എല്ലാവരും ഗോപാലസ്വാമി ടെമ്പിളിലേക്കുള്ളവർ തന്നെയായിരുന്നു. രാവിലെ നേരത്തെ ആയതുകൊണ്ട് അധികം ക്യൂ ഒന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പറ്റി. പക്ഷേ ടിക്കറ്റ് എടുത്ത് നമ്മൾ ബസ്സിൽ കയറിയപ്പം സീറ്റൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല തിരക്കായിരുന്നു ബസ്സിൻ്റെ ഉള്ളിൽ. കാരണം അവർ മാക്സിമം ആളുകളെ കയറ്റിയിട്ടാണ് എടുക്കുക ബസ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ലാസ്റ്റിലേക്ക് ആയതുകൊണ്ട് നമുക്ക് സീറ്റൊന്നും കിട്ടിയില്ല. പക്ഷേ സീറ്റിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. കാരണം നമുക്ക് കാണാനൊക്കെ ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ 3 പേരും മുന്നേ തന്നെ പോയി നിന്നു. നല്ല രസമായിരുന്നു. അമ്പലത്തിലേക്ക് എത്തുന്ന വരെയുള്ള ഈ ഒരു വളവും തിരിവും ഒക്കെ പോലുള്ള ചുരം പോലെ തന്നെ ഉള്ളൊരു റോഡാണ്. പക്ഷെ അവിടെ നിന്ന് കാണുന്ന വ്യൂ ഉണ്ടല്ലോ, അത് അടിപൊളിയായിരുന്നു. അത് നമ്മൾ പോയി എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. അങ്ങനെ കുറേ വളവും തിരിവും കയറ്റമൊക്കെ ആയിട്ട് നമ്മൾ അവസാനം ടെമ്പിളിലെത്തി. ഏറ്റവും ടോപ്പിലാണ് നമ്മുടെ ടെമ്പിൾ ഉള്ളത്. അവിടെ എത്തിയപ്പോൾ തന്നെ നല്ല തണുത്ത കാറ്റുണ്ടായിരുന്നു. ചെറുതായിട്ടൊരു വെയിലുണ്ടായിരുന്നു. പക്ഷേ ആ വെയിൽ നല്ല കുത്തുന്ന വെയിൽ തന്നെയായിരുന്നു. പക്ഷേ എങ്കിലും ആ തണുത്ത കാറ്റും കൂടി ഉള്ളതുകൊണ്ട് നമുക്ക് ആ വെയിൽ അത്ര അങ്ങോട്ട് ചൂടറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു ടോപ്പിലാണ് ഈ അമ്പലം നിൽക്കുന്നത്. അവിടെ നിന്നുള്ള ആ ഒരു വ്യൂവും ആ ഒരു എന്താ പറയുക അറ്റ്മോസ്ഫിയർ എല്ലാം ഭയങ്കര ഒരു പോസിറ്റിവിറ്റിയും അതുപോലെ തന്നെ ഭയങ്കര റിലാക്സിങ് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായൊരു അമ്പലമാണ്. പിന്നെ നമ്മൾ നേരെ പോയി തൊഴുതു കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. അങ്ങനെ നമ്മൾ അവിടുന്ന് ഫുഡ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു.
പക്ഷെ നമുക്കത് ട്രൈ ചെയ്യാനൊരു ധൈര്യമില്ല. കാരണം കർണാടക ആകുമ്പം നമ്മൾ ടേസ്റ്റിനൊക്കെ ഒക്കുമോ എന്നുള്ളൊരു പേടിയുണ്ട് നമ്മൾ അവിടുന്ന് പിന്നെ കഴിച്ചില്ല, ലേറ്റ് ആവണ്ടെന്ന് വിചാരിച്ചിട്ട്. നമ്മൾ പോയത് സാറ്റർഡേ ആയിരുന്നു, അതുകൊണ്ട് തന്നെ വലിയ തിരക്കില്ല. എനിക്ക് തോന്നുന്നു സൺഡേ ആണ് ഇവിടെ ഭയങ്കര തിരക്കുണ്ടാവുക, കാരണം എല്ലാവർക്കും ലീവാണല്ലോ. ഇത് സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ ആളുകളുണ്ടെങ്കിലും അത്ര അങ്ങോട്ട് ആളുകൾ കുറവായിരുന്നു. അതുകൊണ്ട് നമുക്ക് റിലാക്സ് ആയിട്ട് അത്ര എന്താ പറയുക ഒച്ചയും ബഹളമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഭയങ്കര വിശാലമായിട്ട് കിടക്കായിരുന്നു. ഞാൻ അന്ന് വന്ന സമയത്ത് ഒത്തിരി ആളുകളുണ്ടായിരുന്നു, ഭയങ്കര തിരക്കായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ കുറേ അമ്പലത്തിലൂടെ നടന്നു. അവിടെ നിന്ന് നമുക്ക് വിട്ട് പോരാനേ തോന്നുന്നുണ്ടായിരുന്നില്ല. ഇവിടേക്ക് ഇടയ്ക്കിടയ്ക്ക് ബസ് വരും. സോ ആ ബസ്സിന് നമ്മൾ തിരിച്ച് കയറുകയാണ് ചെയ്യേണ്ടത്. സോ നമ്മളിനിയുള്ള ബസ്സിന് കയറാമെന്ന് വിചാരിച്ചു. അതുവരെ നമ്മൾ അവിടെ അടുത്ത് ഇങ്ങനെ ഇരിക്കാനുള്ളൊരു സൗകര്യം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടെ പോയി നിന്നു, സംസാരിക്കുകയൊക്കെ ചെയ്തു, പ്രകൃതിയൊക്കെ കുറേ ആസ്വദിച്ചു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പിന്നെ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തു. അങ്ങനെ നമ്മൾ ബസ് വന്നു, നമ്മൾ ബസ്സിൽ കയറി. സോ പോകുന്ന സമയത്ത് നമുക്ക് സീറ്റ് വേണം എന്നുള്ളത് നമ്മൾ വരുമ്പോഴേ തീരുമാനിച്ച കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് തല്ലൊക്കെ കൂടി നമ്മൾ സീറ്റ് നമുക്ക് ഫസ്റ്റ് തന്നെ കിട്ടി. അങ്ങനെ നമുക്ക് കുറച്ചുകൂടി പോകുന്ന വഴി ഇരുന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റി യാത്ര. അങ്ങനെ നമ്മൾ താഴെ ഫോറസ്റ്റ് ഗേറ്റിൻ്റെ അടുത്ത് എത്തിയപ്പം നോക്കുമ്പം വലിയൊരു ക്യൂ. നമ്മൾ രാവിലെ വന്ന സമയത്തുള്ളതിൻ്റെ ഡബിൾ അല്ല ട്രിപ്പിൾ ആൾക്കാരുണ്ടായിരുന്നു അടുത്ത ക്യൂവിന് വേണ്ടിയിട്ട്. സോ വരുന്നുണ്ടെങ്കിൽ ഏറ്റവും നേരത്തെ വരുന്നതാണ് ഏറ്റവും ഉചിതം, ഇല്ലെങ്കിൽ വെയിലത്ത് നമ്മൾ ക്യൂ നിന്ന് മടുക്കും. അവിടുന്ന് നമുക്ക് അപ്പം തന്നെ ഒരു KSRTC ബസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഗുണ്ടൽപേട്ടയ്ക്കുള്ള ബസ്സായിരുന്നു. അപ്പോൾ നമ്മൾ വേഗം കയറി. അത് നമുക്ക് സീറ്റൊക്കെ കിട്ടിയതുകൊണ്ട് നമുക്ക് റിലാക്സ് ചെയ്ത് പോകാൻ പറ്റി. അപ്പോൾ നമ്മളിവിടെ വരുന്ന സമയത്ത് സൺഫ്ലവർ ഗാർഡനോ അല്ലെങ്കിൽ മെരിഗോൾഡ് ഗാർഡനിലൊക്കെ പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല ഇപ്രാവശ്യം. എല്ലാം വാടി ഉണങ്ങി കിടക്കുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു കൃഷി തുടങ്ങുന്നേ ഉള്ളൂ. അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മൾ അവിടെ തന്നെ നോക്കിയെങ്കിലും ഹോട്ടലൊക്കെ കണ്ടപ്പോൾ നമുക്ക് തീരെ ഇഷ്ടമായില്ല. സോ റിസ്ക് എടുക്കാൻ വയ്യാത്തതുകൊണ്ട് നമുക്ക് അപ്പം തന്നെ ഒരു കോഴിക്കോട് ബസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ അതിൽ നേരെ കയറി സുൽത്താൻ ബത്തേരി ഇറങ്ങി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പോകുന്ന വഴി നമുക്ക് ബസ്സിന് സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. 1.5 മണിക്കൂർ നിന്നു. വിശപ്പുണ്ടായിട്ട് നമ്മൾ പിടിച്ച് നിന്നു. അങ്ങനെ സുൽത്താൻ ബത്തേരി എത്തി. നമ്മൾ കുഴിമന്തിയാണ് കഴിക്കാമെന്ന് വിചാരിച്ചത്. പക്ഷേ വിശപ്പുകൊണ്ട് ഒരു ടേസ്റ്റൊക്കെ തോന്നിയെങ്കിലും നമ്മൾ കോഴിക്കോട് മന്തി കഴിച്ച് നോക്കുമ്പോൾ ഒന്നുമല്ല. ചിക്കനൊക്കെ ഭയങ്കര ഡ്രൈ ആയിട്ട് കിടപ്പുണ്ടായിരുന്നു. പക്ഷേ വിശപ്പുകൊണ്ട് നമ്മളത് കഴിച്ച് തീർത്തു. അങ്ങനെ പ്രമിതൻ്റെ സ്റ്റോപ്പ് ബത്തേരിയാണല്ലോ. അപ്പോൾ പ്രമിത അവിടെ ബത്തേരി സ്റ്റോപ്പിൽ ഇറങ്ങി അവളുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇനി നമ്മൾ ബത്തേരിയിൽ നിന്ന് കോഴിക്കോട് ബസ് കയറാൻ വേണ്ടി പോവാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ട്രിപ്പ്. നേരെ പിന്നെ തിരിച്ച് വീട്ടിലെത്തുമ്പോൾ ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമ്മളങ്ങനെ ഫൈനലി അമ്പലത്തിലൊക്കെ പോയി. നിങ്ങളും പോവുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.